മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മിസ്റ്റർ മർക്കോസ് അറിയിച്ചുകൊണ്ട് കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 19 അതാണ് നമ്മോട് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ധാരാളം ഭൗതികത നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നു. ഒരു ധ്യാനാവസരത്തില് കൂട്ടുകാർ പറഞ്ഞു, അച്ഛാ അവൻ കഞ്ചനാണ്. അങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞ അവൻ കഞ്ചാവ് അടിക്കുന്നവനാണ്. കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങളൊക്കെ അടിക്കുന്നവരെ അങ്ങനെ ഒരു പേര് വിളിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന കാരണം, ഇങ്ങനെയുള്ള ചില തിന്മകൾ നമ്മളിൽ ദൈവവചനം കടന്നു വരുന്നുണ്ടെങ്കിലും അതിനെ നശിപ്പിച്ചു കളയുകയാണ്. ഇന്ന് നമ്മുടെ തലമുറ ഈ പ്രശ്നത്തിലാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതിന് സംശയമുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള വീക്ഷണങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കിട്ടുന്ന അറിവുകളാവാം. അങ്ങനെയുള്ള വഴികളിലൂടെ ധാരാളം ചെറുപ്പക്കാര്, മുതിർന്നവരുമുണ്ട്, നശിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം അതിനവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിനെ ഇങ്ങനെയുള്ള വ്യഗ്രതകൾ നശിപ്പിച്ചു കളയുകയാണ്. അവിടെ നമ്മുടെ സമൂഹം അങ്ങനെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അതിനെതിരായ ഒരു ജാഗ്രത പുലർത്തുക ആവശ്യമാണ് എന്ന് ഈശോ നമ്മളോട് ഇന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള അസ്വസ്ഥതകള് ഒരുപക്ഷെ ആരെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നു. ഉണ്ടെങ്കിൽ അത് മുതിർന്നവരാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും അതിൽ പിന്തിരിയാനും ശ്രദ്ധയുള്ളവരാകുവാനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.